മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനാത്മകമായി ഒന്ന് പരിചിന്തനം നടത്തുന്നത്. ഈ വചനഭാഗത്തിൽ ആരംഭത്തിലെ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തിലേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പോകുന്നു ഈ തിരുവചന ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ജീവൻ ഉണ്ടാവുകയും ജീവൻ നൽകുകയും ചെയ്യുന്ന ഒരു കർത്താവിനെ ഈ തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടെത്തുകയാണ്. മരിച്ച് സംസ്കരിക്കപ്പെട്ട കർത്താവ് യേശു മിശിഹ ഉയർത്തെഴുന്നേറ്റു, ജീവൻ പ്രാപിച്ചു. ആ ജീവൻ മറ്റുള്ള എല്ലാവർക്കും നൽകാനായിട്ട് സ്വയം മുദ്രികയും ചെയ്യുന്ന ഒരു ഈശോയുടെ സജീവ സാന്നിധ്യമാണ് ഈ വചനഭാഗങ്ങളിൽ നമ്മൾ പൂർണ്ണമായും കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതാനും ചില കാര്യങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ കർത്താവ് ഇന്ന് ഓർമ്മിപ്പിച്ചു തരികയാണ്. ഒന്നാമതായിട്ട്, കർത്താവിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് നമ്മുടെ എന്നത്തെയും ആഗ്രഹമായിരിക്കണം. എനിക്ക് ഈശോയുടെ അടുത്ത് വരണം, ഈശോയെ ശ്രവിക്കണം, ദൈവാനുഭവത്തിൽ ജീവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, ഈശോയെ അറിയുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിലാഷമായിരിക്കണം. എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഇന്ന് നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റുന്നത്? വചനം വായിച്ച് നിരന്തരമായ വചനധ്യാനത്തിലൂടെ കർത്താവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ കൂദാശയായി വരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദിവ്യകാരുണ്യമായ കർത്താവിനെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈശോയുടെ അടുത്ത് വരിക എന്നുള്ളത് ആഗ്രഹമായിരിക്കണം, ഈശോയെ അറിയുക എന്നുള്ളത് അഭിലാഷമായിരിക്കണം. മൂന്നാമതായി, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം. അപ്പോൾ ഈശോയുടെ അടുത്ത് വരിക, ഈശോയെ അറിയുക, കർത്താവ് യേശു മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹവും അഭിലാഷവും ജീവിത ലക്ഷ്യവും ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് പ്രിയപ്പെട്ടവരെ വചനത്തിൽ പറയുന്നത് പോലെ ജീവനുള്ള വ്യക്തികളായി തീരുന്നത്. കർത്താവ് യേശു മിശിഹ അതുകൊണ്ടല്ല അരുളി ചെയ്തത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും വേണ്ടിയിട്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും വേണ്ടിയിട്ടാണ്. ഇത് സാധ്യമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുത്ത് വന്ന് ഈശോ തരുന്ന ജീവൻ സമൃദ്ധമായി സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ മനസ്സിലാക്കിയാണ്, ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യം കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും ആദ്യം കർത്താവിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടും മനോവിചാര വികാരങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും ഈശോയുടെ സന്നിധിയിൽ വരിക എന്നുള്ളത് പരമപ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാനായി സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, കർത്താവിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് എല്ലാ ദിവസത്തെയും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോയി കഴിയുമ്പോൾ, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആദ്യം കർത്താവിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് അത് പരമപ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കാണണം. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, മഗ്ദലന മറിയം അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിയായ ആഗ്രഹവും അതിയായ അഭിലാഷവും ജീവിതത്തിൽ ഈശോ എന്ന ഒരൊറ്റ ലക്ഷ്യം, കർത്താവിനെ വേണം, കർത്താവിനെ സ്വീകരിക്കണം എന്നുള്ള ലക്ഷ്യവും ഉള്ളതുകൊണ്ടാണ് മഗ്ദലന മറിയം പ്രഭാതത്തിലെ എഴുന്നേറ്റ് കർത്താവ് യേശു മിശിഹായുടെ കല്ലറയിലേക്ക് ഓടിച്ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് സാധിക്കണം. ജീവിതത്തിലെ
ജീവൻ കിട്ടുന്ന കർത്താവിനെ സ്വന്തമാക്കാൻ ഏറ്റവും ആദ്യം കർത്താവിൻ്റെ അടുത്തേക്ക് വരണം. രണ്ടാമതായിട്ട് മരിച്ച ഓർമ്മകളുടെ കല്ല് മാറ്റണം. പ്രിയപ്പെട്ടവരെ, നമ്മളെന്നും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരാകരുത്. ഏതാനും ചില മരിച്ച ഓർമ്മകളുടെ കല്ലുകൾക്ക് മുകളിൽ കയറിയിരിക്കുന്ന ഒരു പ്രകൃതവും സ്വഭാവവും നമുക്കുണ്ടാകരുത്. ചിലപ്പോൾ ആരെങ്കിലും പറ്റിച്ചതിൻ്റെ, ആരെങ്കിലും വഞ്ചിച്ചത്, നമ്മളെ തകർക്കാൻ നോക്കിയത്, വാക്കു പാലിക്കാതിരുന്നത്, നമ്മളെക്കുറിച്ച് ഇല്ലായ്മ പറഞ്ഞു വരുത്തുന്നത്, പരദൂഷണം പറയുന്നത്, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ജീവിതത്തിലെല്ലാം നശിച്ചല്ലോ, ഇനി എന്താ കാര്യം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട്, എന്താ കാര്യം പ്രാർത്ഥിച്ചിട്ട് എന്ന് വിചാരിച്ച് നിരാശയുടെ പടുകുഴിയിലേക്കുള്ള കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കരുത്. നേരെ മറിച്ച് അതുകൊണ്ടാണ് പറയുന്നത്, മരിച്ച ഓർമ്മകളുടെ കല്ലുകൾ നീക്കണം നമ്മൾ. അതുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രകൃതവും ഒരു ജീവിതവും നമുക്കാർക്കും യാതൊരു തരത്തിലും ഉപകാരപ്പെടുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, മഗ്ദല മറിയം ഓടിച്ചെന്നും അപ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ കല്ലറയുടെ കല്ല് നീക്കം ചെയ്യപ്പെട്ടതായി കണ്ടു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണോ നമ്മളൊക്കെ ഇങ്ങനെ നിരാശയുടെയും അസന്തോഷത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ കല്ല് മാറ്റുന്നത്, ആ നേരത്താണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നത്. ചിലർക്ക് വലിയ സങ്കടവും വിഷമമാണ്. ചിലപ്പോൾ പഠനത്തിൽ വിജയിക്കുന്നില്ലോ എന്ന് ഓർത്തിട്ട്, ശരീരത്തിന് വലിയ തടി കൂടിപ്പോയില്ലോ എന്ന് ഓർത്തിട്ട്, വയറ് കൂടിപ്പോയില്ലോ എന്ന് ഓർത്തിട്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇപ്പോഴത്തെ കാലത്തെ കുറേ ആളുകളുടെ ഒരു മനപ്രയാസമല്ലേ ഭയങ്കര വയറാണ്, അല്ലെങ്കിൽ ചിലവർക്കുള്ള സങ്കടം വണ്ണം കുറഞ്ഞ് എല്ലുപോലെ ഇരിക്കുന്നു, എല്ലാവരും കളിയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില കല്ലുകളാൽ മൂടപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു പുത്തൻ ഉയർപ്പ് പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഈ വചനം ഇത്ര ശക്തമായിട്ടും വ്യക്തമായിട്ടും നമ്മളോട് പറയുന്നത്. അവൾ കല്ലറയിലെത്തിയപ്പോൾ ആ കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടു. പ്രിയമുള്ളവരെ, നമുക്കും മരിച്ച ഓർമ്മകളുടെ കല്ല് മാറ്റണം. എത്രയോ അധികം ആളുകളാണ് ഇപ്പോഴത്തെ കാലത്ത് പഴയകാല ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും പരാജയത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്നത്. എന്നാലും അന്ന് കാലത്ത് എന്തുമാത്രം വേദനയാ സഹിക്കേണ്ടി വന്നത്. എന്തോരം ആൾക്കാരാണ് എന്നെ വേദനിപ്പിച്ചതും ദുഃഖിപ്പിച്ചതും കരയിപ്പിച്ചതും. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നത് എന്നൊക്കെ വിചാരിച്ച് മരിച്ച ഓർമ്മകളിൽ കുടുങ്ങി കിടക്കുന്ന ധാരാളം ആളുകൾ. വചനം അതുകൊണ്ട് നമ്മളോട് രണ്ടാമതായിട്ട് പറയുന്നു, നവജീവൻ കിട്ടണമെങ്കിൽ മരിച്ച ഓർമ്മകളുടെ കല്ല് മാറ്റുക തന്നെ വേണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സാമാന്യമായിട്ട് പറയുന്നത്, ഇത് സാധ്യമായി തീരാൻ ജീവൻ തരുന്ന കർത്താവിൻ്റെ അടുത്ത് നമ്മൾ വരണം. ആ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവൻ തരുന്ന കർത്താവിനെ സ്വന്തമാക്കാനുള്ള മൂന്നാമത്തെ ഉപായമാണ്, അന്ന് കല്ലറയിൽ കർത്താവിനെ കാണാനില്ല. കല്ലറയിൽ നിന്നാണ് കർത്താവ് നീക്കം ചെയ്യപ്പെട്ടത്. എന്നാൽ ഇന്ന് ഹൃദയത്തിൽ നിന്നാണ് ഈശോ പലപ്പോഴും എടുത്തു കളയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കപ്പെടുന്ന, ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്ന ഒരു കർത്താവാണ് ഇന്നിൻ്റെ ആവശ്യം. പ്രിയമുള്ളവരെ, ഓർക്കണം, ഉള്ളിൽ മറ്റ് പല തരത്തിലുള്ള ദുഷ്ടതകളും വഞ്ചനകളും ചതിയും ഒക്കെ കയറ്റിവെച്ചാൽ കർത്താവ് യേശുമിശിഹായ്ക്ക് ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ അധികം ഇടമുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും ജീവൻ കിട്ടുന്ന വചനം സ്വീകരിച്ച് ജീവൻ കൊണ്ട് നിറയാൻ സാധിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും കർത്താവിനെ പറിച്ച് കളയരുത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സങ്കീർത്തനം 51 സങ്കീർത്തനം 16 വചനം ഇപ്രകാരം നമ്മളോട് പറയുന്നത്, ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി, നുറുങ്ങിയ ഹൃദയങ്ങളെ അവിടുന്ന് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി, നുറുങ്ങിയ ഹൃദയങ്ങളെ അവിടുന്ന് നിരസിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തിന്മയുടെ അംശങ്ങളെ മാറ്റിക്കളയാനും
പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ഹൃദയത്തിനൊരു വിമോചനം കിട്ടാനും വേണ്ടി നിരന്തരമായി അപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിപ്പിടം ഒരുക്കണം. അതല്ലേ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിയുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായിട്ട് അതിൽ കർത്താവിന് സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ സകല തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളും തിന്മയുടെ ശക്തികളും ആ ഹൃദയത്തിൽ വന്നു നിറയും. അപ്പോൾ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ ആ ജീവൻ പോലും തിന്മ എടുത്തു കളയും. അതല്ലേ പ്രിയപ്പെട്ടവരെ, അതീവ ഹൃദ്യമായ വിധത്തിൽ കർത്താവ് ഒരിക്കലൊരു ഉപമ പറഞ്ഞത്. ഒരു മനുഷ്യൻ ഹൃദയത്തെ ഉള്ള എല്ലാ പാപത്തെയും പിശാചിനെയും ആട്ടിപ്പുറത്താക്കി വെടുപ്പാക്കിയിട്ടാൽ ഈ പിശാച് വരണ്ട സ്ഥലങ്ങൾ അന്വേഷിച്ച് കുറേയൊക്കെ ഓടി നടക്കും. അതിനുശേഷം എങ്ങും താമസിക്കാൻ സ്ഥലം കിട്ടാതാകുമ്പം തിരിച്ച് അതേ പഴയ മനുഷ്യൻ്റെ അടുത്ത് വരും. പഴയ മനുഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ പിശാച് കാണും വളരെ ക്ലീനായിട്ടിട്ടിരിക്കുന്ന ഒരു ഹൃദയം. ഒരു കരടില്ല, പാപത്തിൻ്റെ ഒരു തിന്മയുടെ അംശം പോലുമില്ല. എന്നാൽ ഈ പിശാചിന് മനസ്സിലാകും ഒറ്റയ്ക്ക് ഇനി ഈ ഹൃദയത്തിലോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 ദുഷ്ടാരൂപികളെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാസമർപ്പിക്കും. അപ്പോൾ അവൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ മോശമായി തീരും എന്നാണ് കർത്താവ് യേശുമിശിഹാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഹൃദയത്തെ വെടിപ്പാക്കിയിട്ടാൽ മാത്രം പോരാ, അവിടെ നന്മകൾ കൊണ്ട് നിറയണം. നന്മയുടെ വിളകൾ നിറഞ്ഞാലേ പിശാച് തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവൻ, കർത്താവ് തരുന്ന ജീവൻ പടിപടിയായി വളർത്തി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുമിശിഹാ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്? പത്രോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ എന്ന്. ആർക്കാണ് കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്? എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട്, ആ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിറയുന്നു, കർത്താവിനെ വളർത്തി ഉയർത്തുന്നു എന്ന വലിയ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നവരായിത്തീരും. അങ്ങനെ സന്തോഷിക്കുന്നതിലൂടെയാണ് ആത്മീയമായ ജീവൻ പടിപടിയായിട്ട് ഉയർത്തു വരുന്നത്. 4-മതായിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന ജീവൻ സ്വീകരിച്ച് അതിൽ വളരാൻ സാധിക്കാനുള്ള 4-മത്തെ വിധം ഇന്ന് കർത്താവ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, സുവിശേഷത്തിൽ മഗ്ദലന മറിയം ചെന്ന് പറഞ്ഞതിനനുസരിച്ച് പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയിലേക്ക് ഓടി. അവരും ചെന്ന് നോക്കി. നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് ഓടുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, ജീവൻ കിട്ടാൻ, അത് വളരാൻ ഉള്ള 4-മത്തെ ഉപാധിയാണ് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ പക്കലേക്ക് ഓടിയെത്തുന്നവരായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെയോ നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടായി എന്ന് കരുതുക, ഒരു വേദനയുണ്ടായി, വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. നമ്മൾ എന്താ ചെയ്യുന്നത്? പലപ്പോഴും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെന്താ ചെയ്യുന്നത്? അവർ ചിലർ ഓടും മദ്യഷാപ്പിലേക്ക്, ബാറിലേക്ക്, ചീട്ടുകളി സംഘത്തിലേക്ക്, ഏതെങ്കിലും മോശമായ കൂട്ടുകെട്ടുകളിലേക്ക്, സിനിമാ തിയേറ്ററുകളിലേക്ക്. ഇങ്ങനെ കുറേ പേര് ഓടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓടണം. വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും ദുഃഖമുണ്ടായാലും സന്തോഷമുണ്ടായാലും സന്താപങ്ങളിലും ഒക്കെ നമ്മൾ ഓടിയെത്തേണ്ടത് കർത്താവിൻ്റെ അടുത്തേക്കാണ്. അല്ലാതെ ഏതെങ്കിലും ലഹരി കൊണ്ട് നമ്മുടെ ബുദ്ധിയെ മയക്കുകയോ ലഹരി കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുതരം തളർച്ച ബാധിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഒരിക്കലും മോചനം കിട്ടില്ല. കർത്താവിൻ്റെ ജീവൻ കിട്ടാനുള്ള 4-മത്തെ വിധമാണ് പത്രോസും മറ്റേ ശിഷ്യനും ഈശോയുടെ അടുത്തേക്ക് കല്ലറയിലേക്ക് ഓടി എന്ന് പറയുന്ന പോലെ നമുക്കും ഓടിയെത്താനായിട്ട് സാധിക്കണം, ഓടാനായിട്ട് സാധിക്കണം. എന്നാൽ ഇന്ന് കാണുന്ന ദുഃഖ സത്യം അതല്ല പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെങ്കിലും
നിരന്തരം വചനം ശ്രവിക്കുന്നവരാണ് എങ്കിലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പെട്ടെന്ന് ഏതെങ്കിലും ഒരു പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴത്തേനും നമ്മൾ തകർന്ന് തരിപ്പണമായി എന്ന വിധത്തിൽ ഇതാ പലപ്പോഴും മറ്റ് പല കാര്യങ്ങളിലേക്കും നമ്മൾ പോകാനായിട്ട് ഇടവരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനോട് ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവ സാന്നിധ്യം കൊണ്ടും ദൈവശക്തി കൊണ്ടും നിറയുമ്പോഴാണ് ഈ ജീവൻ നമുക്ക് സ്വായത്തമാക്കി തീർക്കാനും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഏത് തകർച്ചകളിലും വിജയപരാജയങ്ങളിലും നിരാശപ്പെടാതെ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ഓടിയെത്താനും സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നത്: അവരുടെ നാവിൽ എപ്പോഴും ഞാനുണ്ട്, അവരുടെ നാവിൽ എപ്പോഴും ഞാനുണ്ട്, ഹൃദയത്തിലാകട്ടെ എനിക്ക് സ്ഥാനമില്ല. അവരുടെ നാവിൽ എപ്പോഴും ഞാനുണ്ട്, ഹൃദയത്തിലാകട്ടെ എനിക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമില്ലാതാകുമ്പോഴാണ് വിജയമുണ്ടാകുമ്പോൾ നമ്മൾ ഭൗതികമായ ആനന്ദ ആർഭാടങ്ങളിൽ മുഴുകിപ്പോകുന്നത്. ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമില്ലാതായി തീരുമ്പോഴാണ് പരാജയപ്പെടുമ്പോൾ നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാനും അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾക്ക് അടിപ്പെടാനും കാരണമായി തീരുന്നത്. ഈ വചനത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാവിൽ മാത്രമേ കർത്താവിന് സ്ഥാനമുള്ളൂ എങ്കിൽ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനം ഇല്ലാതെ വന്നാൽ ഇങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ ഓർക്കണം, കർത്താവ് പറഞ്ഞു തരുന്ന സന്ദേശം ഇതാണ്. പത്രോസും മറ്റേ ശിഷ്യനും കർത്താവിൻ്റെ കല്ലറയെങ്കിലേക്ക് ഓടിയതുപോലെ എല്ലാ ദിവസവും ഈശോയുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്നവരും ഓടിയെത്തുന്നവരും ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും തന്നെ. അഞ്ചാമതായിട്ട്, ജീവൻ പ്രാപിക്കാൻ, നവജീവൻ സ്വീകരിക്കാൻ കർത്താവ് തരുന്ന അഞ്ചാമത്തെ സന്ദേശം ഇതാണ്: മരിച്ച കർത്താവിനെ അന്വേഷിക്കുന്നവരാകരുത് നമ്മൾ, നേരെ മറിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുന്നവരാകണം. മഗ്ദലന മറിയവും പത്രോസും യോഹന്നാനും, അതാണ് മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത്, ഇവർ 3 പേരും ഓടിയത് മരിച്ച കർത്താവിൻ്റെ കല്ലറയിലേക്കാണ്. ആ കർത്താവിൻ്റെ മൃതശരീരം കാണാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ജീവൻ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മരിച്ച കർത്താവിനെ കാണാനല്ല ഓടിയെത്തേണ്ടത്, നേരെ മറിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കാനാകണം നമ്മളെല്ലാവരും ഓടിയെത്തുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പൊരുള്? ഇന്ന് പലപ്പോഴും ഈ പറയുന്ന ഞാനും നമ്മളും മരിച്ച കർത്താവിനെ കാണാനാണ് ആഗ്രഹം, ആ കർത്താവിൻ്റെ അടുത്തായിരിക്കാനാണ് ആഗ്രഹം. എന്താ കാരണം? അങ്ങനെ മരിച്ച കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും പ്രതികരിക്കാത്ത കർത്താവ്, പ്രതികരണമില്ലാത്ത കർത്താവ്. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. കർത്താവിൻ്റെ അടുത്ത് പ്രതികരണമില്ലാത്ത കർത്താവിനെയാണ് എനിക്കും നമുക്കും ഇഷ്ടം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുന്ന ഒരു പ്രകൃതം നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിൽ നമ്മളെ നയിക്കും, നമുക്ക് പറഞ്ഞു തരും, നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശങ്ങൾ തരും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവിനെയാണ് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതും ആ കർത്താവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവൻ പടിപടിയായിട്ട് ഉയരും, വളരും, സംഭവിക്കുക തന്നെ ചെയ്യും. ആറാമതായിട്ട്, ഇങ്ങനെ ജീവൻ പ്രാപിക്കുന്ന വ്യക്തികളായി തീരാൻ കർത്താവ് തരുന്ന വിധമിതാണ്: നമ്മുടെ ഹൃദയങ്ങൾ കല്ലറയാക്കരുത്, നേരെ മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ സക്രാരിയാക്കണം. കല്ലറയാക്കരുത് എന്ന് പറഞ്ഞാൽ മരിച്ച കാര്യങ്ങൾ, മരിച്ച ഓർമ്മകൾ, ചത്തു ചീഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മ, ഇതൊക്കെ കൂടെ എടുത്തു വെക്കുന്ന ഒരു ഇടമാക്കരുത്. കലവറയാകരുത് നമ്മുടെ ഹൃദയങ്ങൾ, കല്ലറയാകരുത്. നേരെ മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ സക്രാരിയാകണം, ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന സക്രാരിയായിത്തീരണം. ഇതാണ് കർത്താവ് യേശു മിശിഹാ ഈ വചനത്തിലൂടെ ജീവൻ പ്രാപിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട വിധങ്ങൾ. അതുകൊണ്ട് നമുക്കും പ്രിയമുള്ളവരെ ജീവിക്കുന്ന കർത്താവിനെ അന്വേഷിക്കുന്നവരാകണം, ജീവനുള്ള കർത്താവിനെ അന്വേഷിക്കുന്നവരാകണം. നമ്മുടെ ഹൃദയങ്ങളെ ഒരിക്കലും കല്ലറയാക്കരുത്, സക്രാരികളാക്കി കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികളായി തീരാൻ, അങ്ങനെ നവജീവൻ പ്രാപിക്കുന്നവരായി തീരാൻ നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.
ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ പേര് ജസ്ന. ഞങ്ങൾ വരുന്നത് പാലക്കാട് പാലക്കുഴിയിൽ നിന്നാണ്. എനിക്ക് 2 സാക്ഷ്യം പറയാനുണ്ട്. ഒന്ന് എൻ്റെ ആങ്ങളയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അവർ സെറ്റിൽഡ് ആയേക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഡെലിവറിയുടെ സമയമായപ്പോൾ, അതായത് ഒക്ടോബർ 4-ാം തീയതി രാവിലെ ചേച്ചിക്ക് ലീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഒക്ടോബർ 5-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഉച്ചയായിട്ടും വേദനയൊന്നും വന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂറും കൂടെ നോക്കിയിട്ട് വേദനയൊന്നും വന്നില്ലെങ്കിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് റെഡിയാക്കും. അങ്ങനെ അവർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഞാനും അമ്മായും കൂടെ ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ സുഖപ്രസവം തരികയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ അന്ന് ആരാധനയുടെ സമയത്ത് ചേച്ചിക്ക് വേദന തുടങ്ങുകയും ആരാധന തീരുന്ന സമയത്ത് 4 മണിയോടെ ഒരു സുഖപ്രസവം നടന്ന് ഒരു നല്ലൊരു കുഞ്ഞിനെ ജേഡൻ എന്ന് വരുന്ന കുട്ടിയെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. യേശുവേ നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മമ്മിയുടെ ഡിസ്ക് പ്രൊലാപ്സായി. അങ്ങനെ 2 മാസമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച പപ്പയും മമ്മിയും കൂടെ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം പൂർണ്ണമായിട്ടും സൗഖ്യം തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ജെറൂസലം വചന കൂടാരത്തിൽ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ന്യൂസിലൻഡിലേക്ക് കർത്താവ് കരങ്ങൾ നീട്ടുകയാണ്. ദൂരത്തിന് മേൽ കർത്താവിന് അധികാരമുണ്ട് എന്നും സൗഖ്യം നൽകുവാനും ഇവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിലവിളി കർത്താവ് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ആ കുഞ്ഞിനെയാണ് കരങ്ങൾ ഏന്തി പിടിച്ച് നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ശ്രുതി. ഞാൻ കാറളത്ത് നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷമായി. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 3 വർഷമായി. 3 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി. അതിൽ കൊച്ചിന് വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ അബോർഷൻ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവന് കയ്യിലും കാലിലൊന്നും ഒരു കുഴപ്പം കൂടാതെ തരികയാണെങ്കിൽ ജെറുസലേമിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രസവം കഴിഞ്ഞ് ഇവന് ശരീരത്തിൽ നിന്ന് തൊലിയൊക്കെ പോയി. അപ്പോൾ ജെറുസലേമിലെ വെളിച്ചെണ്ണ അവന് ശരീരത്തിൽ പരട്ടിയപ്പോൾ ശരീരത്തിൽ തൊലിയൊക്കെ പോയി പുതിയ തൊലികൾ വന്നു. ജെറുസലേം നാഥന് നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. 3 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് ഹാരോൻ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പാടുക നീ എന്നും മനമേ.